എല്ലാവർക്കും എഫ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. പാസ്ത ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ വളരെ ഇഷ്ടമാവുന്നതാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിതിനായിട്ട് ആദ്യം പാസ്ത വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാസ്ത ഒന്നിനോടൊന്ന് ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നല്ല ചൂടായതിന് ശേഷം നമുക്ക് പാസ്ത ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാസ്ത വേവുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് മസാല ശരിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിൽ ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ആ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് പാസ്ത വെന്തിട്ടുണ്ടാവും. നമുക്ക് വെന്താന്നൊന്ന് നോക്കാം. അപ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ വെള്ളം ഒന്ന് കുറുകി കിട്ടും. നമുക്ക് ഒരു സ്പൂണിൽ ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വാർത്തെടുക്കണം. അപ്പോൾ വെള്ളം വാർന്ന് കിട്ടുന്ന ഒരു പാത്രത്തിലോട്ട് ഇതിനെ നമുക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് നോർമൽ വാട്ടർ എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം വാർന്ന് കിട്ടുന്ന പാത്രത്തിൽ തന്നെ നമുക്ക് വെച്ചേക്കാം. സവാളയും ക്യാരറ്റും വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഒറിഗാനോ കുറച്ചിട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഇടുന്നത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്താലും മതിയാവും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായതിന് ശേഷം 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയെ ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മൈദ മാവിനെ നന്നായിട്ട് ഈ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഈ മൈദ മാവിനെ ഈ പാലിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ടയൊന്നും ഇല്ലാതെ മൈദ മാവിൽ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. ഇപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ സമയത്ത് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഓറിഗാനോയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചീസ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചീസ് ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാസ്ത ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പാസ്തയെ വൈറ്റ് സോസിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതിനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ ഈ സമയത്ത്. ഈ പാസ്തയും വൈറ്റ് സോസും ഈ മസാലയും എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.